ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു വെടിനിർത്തലിൻ്റെ ആവശ്യമുണ്ട്. അതിന് മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ചില ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ. ഇന്നതിപ്പോൾ ഈ ഹമാസ് ആരോടായി പറയുന്നത് പോലെ ഞങ്ങൾ തീരുമാനം പറഞ്ഞേക്കുന്നത് ഇടനിലക്കാരനായിട്ടുള്ള ഖത്തർ, ഈജിപ്റ്റ്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ എന്തോ, ഇനിയും ഖത്തറിനെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ നേരിട്ട് ഇടപെടും. അതിന് ആരാ തൊടാൻ ചെല്ലുന്നത്? തൊടാൻ ചെന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ അമേരിക്കയുടെ ആരാ? അപ്പൊ അമേരിക്ക പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇസ്രായേൽ. അതെ, ഇപ്പൊ ഇതിനകത്ത് വെടിനിർത്തലിന് ഇവർ വെച്ചേക്കുന്ന 20 പദ്ധതിക്കകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡി വരുന്നതിനകത്ത് കുഴപ്പമില്ല. പാലസ്തീനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയാൽ ഞങ്ങൾ ആയുധം താഴ്ത്തി വെക്കാം. പാലസ്തീനകത്തു നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞാൽ ഹമാസിന്റെ പാലസ്തീൻ ഏതാ? ഗസ ഉൾപ്പെടെയുള്ളതാ. ഗസ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ തയ്യാറാവൂ? അവിടുത്തെ നിയന്ത്രണം ഈ ഇസ്രായേലിന്റെ കയ്യിലല്ലെങ്കിൽ എപ്പോഴും ഈ പറയുന്നതുകൊണ്ട് ഒക്ടോബർ 7 ഏത് സമയവും ആവർത്തിക്കാൻ പറ്റുമല്ലോ. അത് ആവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസരമാണല്ലോ അവർക്ക് സാധനം എത്തിക്കുന്നതിന്, പൈസ എത്തിക്കുന്നതിന്, ഫണ്ട് എത്തിക്കുന്നതിന് എല്ലാം നടക്കുന്ന ഈസി ആയിട്ട് നടക്കും. അവിടെ മൊത്തം കടലല്ലേ, അവിടെ കൂടെ നടക്കും. അപ്പം ആ നിയന്ത്രണം മാറ്റിയിട്ട് പാലസ്തീൻ മൊത്തത്തിൽ പിടിക്കുമെന്ന് പറയുന്ന ഒരു സ്റ്റൈലിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ആര് നിൽക്കുന്നത്? ഇസ്രായേൽ പിടിക്കുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമേ നാളെ ഉണ്ടാകത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.